അപ്പോൾ ഇന്നൊരു അടിപൊളി ചപ്പാത്തി മേക്കറിൻ്റെ ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ കണ്ടോ. രാവിലെ എഴുന്നേറ്റ് കറിയെല്ലാം ഉണ്ടാക്കി, ചപ്പാത്തിക്ക് മാവ് കുഴച്ച്, പ്ലേറ്റ്സൊക്കെ പറക്കി വെച്ച്, ചപ്പാത്തി മേക്കർ ചൂടാക്കാനൊക്കെ വെച്ചിട്ട്, ചപ്പാത്തി നമുക്കിട്ട് തന്ന പണിയാണ്. ചപ്പാത്തി മേക്കർ നമുക്കിട്ട് പണി എന്നാണ് കാണുന്നത്. കണ്ട, ചപ്പാത്തി മേക്കറൊക്കെ ചൂടാവാനൊക്കെ വെച്ചിട്ട് ഞാൻ ബോൾസൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയിലും ഇതെടുത്ത് വച്ചതും കണ്ടോ, നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്ക് വയ്ക്കുന്നു, അടിപൊളിയായിട്ട് പരന്ന് വരുന്നു, ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ബൾബ് പോലെ പൊങ്ങി വരുന്നു. ഇതാന്ന് നോക്കിയോ, ഇതാണ് ചപ്പാത്തി മേക്കറിൽ നിന്ന് നമുക്ക് കിട്ടിയ ചപ്പാത്തി. എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്തൊക്കെ നോക്കിയാണ് വല്ലതും നടക്കുമെന്ന്. അവർ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കാൻ മാത്രമേ കാണിക്കുള്ളൂ. വച്ച് നോക്കി പിന്നെയും കിട്ടിയ ബൾബ് പോലുള്ള ചപ്പാത്തിയാണിത്. ഇത് കണ്ടോ, കരിഞ്ഞും പോയി. ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയം ആവാറായി. നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചത്. ഇതുണ്ട്. എന്നിട്ട് അടുത്തൊരു ബോളെടുത്ത് ഞാൻ പിന്നെയും വയ്ക്കാനായിട്ട് നോക്കി. അതെടുത്ത് വച്ച് ചപ്പാത്തി പ്രസ് താത്തത് മാവ് മുകളിൽ നിന്ന് താഴെ ഉണ്ട്, ഇനി താഴെ വന്ന് കണ്ടോ. ഞങ്ങൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പോയി വാങ്ങിച്ചുകൊണ്ടുവന്ന ചപ്പാത്തി മേക്കറാണിത്. നമ്മുടെ ഹൗസ് വാമിങ് പ്രമാണിച്ച് 1 മാസം മുമ്പേ ചപ്പാത്തി മേക്കറൊക്കെ വാങ്ങിച്ചു കണ്ടത്. ഇത് റിക്കോ എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ ചപ്പാത്തി മേക്കറാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് രാവിലെ 8ൻ്റെ പണി തന്നത്. അവസാനം കിട്ടിയ ബൾബ് പോലത്തെ ചപ്പാത്തിയാണിത്. എൻ്റെ സമയവും പോയി, എൻ്റെ മാവും പോയി, എൻ്റെ പൈസയും പോയി. ഇനി അതെടുത്തുള്ള സോക്കേഴ്സിനും വയ്ക്കാനേ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അവസാനം നമുക്ക് കയ്യേ ശരണം. അതുകൊണ്ട് ചപ്പാത്തിയൊക്കെ മേക്കറൊക്കെ ഇട്ട് സൈഡിൽ കളഞ്ഞിട്ട് ചപ്പാത്തി പരത്തി ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി.